നോക്കിയേ, ഇന്റർ കൺവേർഷൻ ഓഫ് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജീസ് ഓഫ് ദ ഓസിലേറ്റിംഗ് ബ്ലോക്ക്. നമുക്കറിയാം, സ്പ്രിങ്ങുമായി നമ്മളൊരു ബ്ലോക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ സ്പ്രിംഗ് മാസ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. നമ്മൾ അതിനെ നോക്കൂ, ഫിഗർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ജസ്റ്റ് നമുക്ക് ഫിഗർ ഒന്നുകൂടി നോക്കാം. ഇതാണ് ഫിഗർ. നമ്മൾ എന്താണ് ആ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഫിഗറും കൂടി ഒന്നിരുന്ന് നോക്കിയോളണം കേട്ടോ, താരതമ്യം ചെയ്ത് നോക്കിയോളണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബ്ലോക്ക്. നമ്മൾ ഇതിനെ നോക്കൂ, ഇങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ് ചെയ്തു, റൈറ്റിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തു. ഈ റൈറ്റ് മോസ്റ്റ് പൊസിഷൻ കണ്ടോ, ഇതിനെയാണ് എക്സ്ട്രീം പൊസിഷൻ എന്ന് വിളിക്കുന്നത്. അതാണ് ഇതൊരു എക്സ് വാല്യൂ ആണ്, കണ്ടോ, എക്സ് വാല്യൂ ആണ്. ഇവിടെ എക്സ് 0 ആണ്. നമ്മൾ ഇങ്ങോട്ട് ഇതിനെ ഡിസ്പ്ലേസ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നപ്പോൾ റൈറ്റ് മോസ്റ്റ് എക്സ്ട്രീം പൊസിഷൻ ആയി. അത് എക്സ് എം ആണ് അതിന്റെ വാല്യൂ. എക്സ് ഈക്വൽ ടു എക്സ് എം, ഇവിടെ എക്സ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ ഈ എക്സ്ട്രീം പൊസിഷനിൽ ഇതിന് എന്ത് എനർജി മാത്രമേ ഉള്ളൂ? പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. ഈ ബ്ലോക്കിന് കൈനറ്റിക് എനർജി ഇല്ല, എക്സ്ട്രീം പൊസിഷൻ ആണ്. ഓക്കെ, കൈനറ്റിക് എനർജി ഇല്ല, പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. മാക്സിമം വാല്യൂ ആണ്. അതിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടത്തെ എക്സ് വാല്യൂ അവിടെ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ഹാഫ് കെ എക്സ് എം സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോ ഇത്രയും മനസ്സിരിക്കട്ടെ. അപ്പൊ നോക്കൂ, എന്നിട്ട് നമ്മൾ ഇതിനെ ഡിസ്പ്ലേസ് ചെയ്യും. നമ്മൾ ഇതിനെ അങ്ങ് എന്ത് ചെയ്യുന്നു? വിട്ടുകൊടുക്കുമ്പോൾ എന്ത് പറ്റും? ഇപ്പോൾ അതിനു മുമ്പ് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ കൈനറ്റിക് എനർജി ഇല്ല, പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ്. അപ്പൊ ഈ പോയിന്റിൽ നിങ്ങൾ നോക്കൂ, കൈനറ്റിക് എനർജി ഇല്ല, 0, പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ, ഹാഫ് കെ എക്സ് എം സ്ക്വയർ. അപ്പൊ ടോട്ടൽ എനർജി എത്രയായിരിക്കും? ഈ മാക്സിമം പൊട്ടൻഷ്യൽ എനർജിക്ക് തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിരിക്കട്ടെ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിത് പിന്നെ എന്ത് ചെയ്യുന്നു? ഈ ബ്ലോക്കിനെ അങ്ങ് റിലീസ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യും? റീസ്റ്റോറിംഗ് ഫോഴ്സ് കാരണം ഇത് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യും? മൂവ് ചെയ്യാൻ തുടങ്ങും. മൂവ് ചെയ്യുമ്പോൾ അതിന് എന്ത് പറ്റും? ഈ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജിയായി മാറും. ശരിയല്ലേ? അപ്പോ അങ്ങനെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഇങ്ങനെ ഇന്റർ കൺവെർട്ടിബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അതാണ് നമ്മൾ ഈ സെക്ഷനിൽ നോക്കാൻ പോകുന്നത്, ഇന്റർ കൺവേർഷൻ ഓഫ് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജീസ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമാകണമെങ്കിൽ നിങ്ങൾ എന്താണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന ആ ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ ഫിഗർ നിങ്ങൾ നോട്ടിൽ വരച്ചെടുത്ത ഈ ഫിഗറും കൂടി നിങ്ങളൊന്ന് നോക്കിക്കൊള്ളണം. ഓക്കെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഫിഗറിലേക്ക് വരില്ല, നിങ്ങൾ ആ ഫിഗർ നോക്കി മനസ്സിലാക്കിക്കൊള്ളണം. ഞാൻ ജസ്റ്റ് കാര്യങ്ങൾ മാത്രമേ പറയുകയുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നോക്കൂ, ഇന്റർ കൺവേർഷൻ ഓഫ് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജീസ് ഓഫ് ദ ഓസിലേറ്റിംഗ് ബ്ലോക്ക്. ഈ ഫിഗർ നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കൂ, എക്സ്ട്രീം പൊസിഷനിൽ, റൈറ്റ് എക്സ്ട്രീം പൊസിഷനിൽ, അതായത് ഈ റൈറ്റ് എക്സ്ട്രീം പൊസിഷനിലാണ് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് എക്സ്ട്രീം എൻഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടുത്തെ എക്സ് വാല്യൂ എത്രയാണ്? പ്ലസ് എക്സ് എം ആണ്, എക്സ് മാക്സിമം ആണ്. അവിടെ ബ്ലോക്ക് മൂവ് ചെയ്യുന്നുണ്ടോ? അവിടെ വെലോസിറ്റി 0 ആണ്. അതുകൊണ്ട് കൈനറ്റിക് എനർജിയും 0 ആണ്. പൊട്ടൻഷ്യൽ എനർജി മാത്രമേ അവിടെ ഉള്ളൂ, അത് മാക്സിമം ആണ്. എത്രയാണ്? ഹാഫ് കെ എക്സ് എം സ്ക്വയർ. നിങ്ങൾക്കറിയാം പൊട്ടൻഷ്യൽ എനർജിയുടെ ജനറൽ ഫോർമുല എന്താണ്? ഹാഫ് കെ എക്സ് സ്ക്വയർ. അപ്പോ റൈറ്റ് മോസ്റ്റ് എക്സ്ട്രീം പൊസിഷൻ ആണ്, അവിടെ എക്സിന്റെ വാല്യൂ എക്സ് എം ആണ്. സോ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ ഹാഫ് കെ എക്സ് എം സ്ക്വയർ. അപ്പൊ ടോട്ടൽ എനർജി എത്രയായിരിക്കും? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ് ടോട്ടൽ എനർജി. കൈനറ്റിക് എനർജി 0 ആണ്, പൊട്ടൻഷ്യൽ എനർജി ഹാഫ് കെ എക്സ് എം സ്ക്വയർ ആണ്. സോ 0 പ്ലസ് ഹാഫ് കെ എക്സ് എം സ്ക്വയർ ആണ് ടോട്ടൽ എനർജി. അപ്പോൾ ആ റൈറ്റ് എക്സ്ട്രീം പൊസിഷനിലെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് കെ എക്സ് എം സ്ക്വയർ ആണ്. ഇനി നോക്കിക്കേ, ഈ ബ്ലോക്ക് എക്സ്ട്രീം പൊസിഷനിൽ നിന്ന് മീൻ പൊസിഷനിലേക്ക് വരുമ്പോ, അതായത് ആ ഫിഗർ നിങ്ങൾ നോക്കിയാൽ അറിയാം, ബ്ലോക്ക് എന്ത് ചെയ്യുന്നു? നമ്മളിപ്പോ എക്സ്ട്രീം പൊസിഷനിൽ നിന്ന് ബ്ലോക്കിനെ വിട്ടുകൊടുക്കുമ്പോൾ റിലീസ് ചെയ്യുമ്പോൾ അത് പതുക്കെ മൂവ് ചെയ്ത് മീൻ പൊസിഷനിലേക്ക് വരുമ്പോൾ, മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് കൈനറ്റിക് എനർജി കൈവരുന്നു, വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുന്നു. ശരിയല്ലേ? വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പൊ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുന്നു. കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പൊട്ടൻഷ്യൽ എനർജി കുറയും. ശരിയല്ലേ? പൊട്ടൻഷ്യൽ എനർജി കുറയുന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ നോക്കൂ, നമുക്ക് ജസ്റ്റ് ആ ഫിഗർ ഒന്ന് നോക്കാം. ജസ്റ്റ് ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് മീൻ പൊസിഷൻ ഇവിടെയാണ്, എക്സ്ട്രീം പൊസിഷൻ ഇവിടെയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? ആദ്യം എക്സ്ട്രീം പൊസിഷൻ ആയിരുന്നു, അവിടെ പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ, മാക്സിമം പൊട്ടൻഷ്യൽ എനർജി, അതാണ് ടോട്ടൽ എനർജി എന്ന് പറഞ്ഞു. കൈനറ്റിക് എനർജി 0 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ ബ്ലോക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇത് 0 ആണ് കേട്ടോ. ഇത് എക്സ് ഈക്വൽ ടു 0, ഇത് എക്സ് ഈക്വൽ ടു പ്ലസ് എക്സ് എം ആണ്. അപ്പൊ ബ്ലോക്ക് എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. ഓക്കെ, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോ എന്ത് പറ്റും? ഇതിന്റെ വെലോസിറ്റി കൂടും,
അതുകൊണ്ട് കൈനറ്റിക് എനർജി കൂടും, പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യും, കുറയാൻ തുടങ്ങുന്നു. അപ്പൊ നോക്കൂ, ബ്ലോക്ക് ഇങ്ങനെ മൂവ് ചെയ്തതാ ഈ ഒരു പോയിന്റിൽ എത്തി എന്ന് വിചാരിക്കുക. മെയിൻ പൊസിഷനിൽ എത്തിയിട്ടില്ല, ഒരു പ്രത്യേക പോയിന്റ് അവിടുത്തെ എക്സ് വാല്യൂ, ഒരു നിശ്ചിത എക്സ് വാല്യൂ ആ പോയിന്റിനുണ്ട്. അതായത് ഇവിടെ നിന്ന് മെഷർ ചെയ്യുന്ന ഒരു എക്സ് വാല്യൂ ഇതിനുണ്ട്. അപ്പോ ഈ പോയിന്റിലെ കൈനറ്റിക് എനർജി എത്രയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പോയിന്റിലെ കൈനറ്റിക് എനർജി, അതായത് ഇവിടെ നിന്നും നമ്മൾ ഇങ്ങോട്ട് സ്ട്രെച്ച് ചെയ്തു, ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ആണ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഇവിടെ ഉള്ളൂ, മാക്സിമം ഹാഫ് കെ എക്സ് എം സ്ക്വയർ. ഓക്കെ, ഇനി അതിങ്ങനെ എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്ത് ഈ പോയിന്റിലെത്തി. മെയിൻ പൊസിഷനിൽ എത്തിയില്ല, ഈ പോയിന്റിലെത്തി. അതായത് നമ്മുടെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, ഇത് മാക്സിമം വാല്യൂ, ഇതാണ് മെയിൻ പൊസിഷൻ. ഈ ബ്ലോക്ക് എന്ത് ചെയ്തു, ഏകദേശം ഇവിടെ എത്തിക്കാണും, അല്ലെങ്കിൽ ഇതിനും ഇടയിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ എത്തിക്കാണും. അവിടെയുള്ള എക്സ് വാല്യൂ ആണ്, നമ്മൾ ജസ്റ്റ് എക്സ് എന്ന് അതിനെ വിളിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കണ്ടോ. അപ്പോ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ഹാഫ് കെ എക്സ് എം സ്ക്വയർ. ഇവിടെ എത്രയാണ് പൊട്ടൻഷ്യൽ എനർജി? ആ എക്സ് വാല്യൂവിന്റെ സ്ക്വയറിനെ ഹാഫ് കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, ഹാഫ് കെ എക്സ് സ്ക്വയർ. ശരിയല്ലേ? അപ്പൊ നോക്കൂ, കൈനറ്റിക് എനർജി എന്തുമാത്രം കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി എന്തുമാത്രം കുറഞ്ഞു എന്ന് നോക്കിയാൽ പോരെ. അത്രയും കൈനറ്റിക് എനർജി കൂടിയില്ലേ. അപ്പൊ ഇവിടെ ഹാഫ് കെ എക്സ് എം സ്ക്വയർ ആണ്, ഇവിടെ ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഇതാണ് വലുത്. അപ്പോൾ ഇതിന്ന് ഇത് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന എത്ര എനർജി ആണോ അത്രയും കൈനറ്റിക് എനർജി അല്ലേ ഈ ബ്ലോക്കിന് ഇവിടെ വരുമ്പോൾ ഉണ്ടാവുക. സ്വാഭാവികമാണ്, ലോജിക്കലായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ മാക്സിമം പൊട്ടൻഷ്യൽ എനർജി, ഇവിടെ ഒരു നിശ്ചിത പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഈ മാക്സിമത്തിൽ നിന്ന് ഇവിടെ എത്തുമ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ എനർജി കുറച്ചു കഴിഞ്ഞാൽ അത്രയും എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജി ഇതിന് കിട്ടി. മനസ്സിലായില്ലേ കാര്യം? പൊട്ടൻഷ്യൽ എനർജി കുറയുകയാണ്, ഇതിൽ നിന്ന് കുറഞ്ഞു വന്ന് അപ്പൊ കൈനറ്റിക് എനർജി കൂടുകയാണ്. ശരിയല്ലേ? അപ്പൊ ഈ വ്യത്യാസം എത്രയാണോ അത്രയും കൈനറ്റിക് എനർജി ഈ ബ്ലോക്കിന് ഇവിടെ എത്തുമ്പോൾ കിട്ടിക്കാണില്ലേ? കാണും. അതാണ് ഈ പറയുന്നത്. അറ്റ് എനി പൊസിഷൻ എക്സ് between the mean position and extreme positions, the kinetic energy will be half k xm square minus x square. അതെങ്ങനെയാ ഹാഫ് കെ എക്സ് ഇങ്ങനെ വന്നത്? ഹാഫ് കെ എക്സ് എം സ്ക്വയർ മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. അപ്പൊ ഹാഫ് കെ കോമൺ ആയിട്ട് എടുത്താൽ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പോ ആ പോയിന്റിൽ കൈനറ്റിക് എനർജി എത്രയാണ്? ഹാഫ് കെ. ഈ പോയിന്റിൽ, അതായത് ഈ പോയിന്റിൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ്. പൊട്ടൻഷ്യൽ എനർജി എത്ര തന്നെയാണ്? ഹാഫ് കെ എക്സ് സ്ക്വയർ തന്നെയാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, കൈനറ്റിക് എനർജി നിങ്ങൾക്ക് ഇത്രയും കിട്ടി, ഹാഫ് കെ എക്സ് എം സ്ക്വയർ മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ. പൊട്ടൻഷ്യൽ എനർജി എത്ര കിട്ടി? ഹാഫ് കെ എക്സ് സ്ക്വയർ. ഇനി ഇത് രണ്ടും കൂട്ടുമ്പോൾ ടോട്ടൽ എനർജി കിട്ടില്ലേ? ഒന്ന് കൂട്ടി നോക്കിയേ, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഹാഫ് കെ എക്സ് എം സ്ക്വയർ മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് കെ എക്സ് സ്ക്വയർ. അപ്പൊ ഈ മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയറും പ്ലസ് ഹാഫ് കെ എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്തു പോയി. പിന്നെ ആരേ വരൂ? ഹാഫ് കെ എക്സ് എം സ്ക്വയർ വരും. ശരിയല്ലേ? അപ്പൊ ടോട്ടൽ മെക്കാനിക്കൽ എനർജിക്ക് വല്ല മാറ്റവും ഉണ്ടോ? ഇവിടെ എത്രയായിരുന്നു ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈ എക്സ്ട്രീം പൊസിഷനിൽ? ഹാഫ് കെ എക്സ് എം സ്ക്വയർ ആയിരുന്നു. ടോട്ടൽ എനർജിയാണ്, ടോട്ടൽ എനർജി നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, കണ്ടോ, ഹാഫ് കെ എക്സ് എം സ്ക്വയർ. കണ്ടോ, ഇപ്പൊ നോക്കൂ, ഈ ഒരു പോയിന്റിൽ എത്തിയപ്പോഴോ ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ഒരു പോയിന്റിൽ എത്തിയപ്പോഴും ടോട്ടൽ മെക്കാനിക്കൽ എനർജി എത്ര തന്നെയാണ്? ഹാഫ് കെ എക്സ് എം സ്ക്വയർ തന്നെയാണ്. അതിന് മാറ്റമൊന്നുമില്ല. മനസ്സിലായോ? ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ ഫിഗറും കൂടി ഒന്ന് വരയ്ക്കണം കേട്ടോ. ജസ്റ്റ് ഈ ഫിഗറും കൂടി നിങ്ങൾ നോക്കി ഒന്നും തെറ്റാതെ കൃത്യമായി വരയ്ക്കണം ഈ കാര്യങ്ങളെല്ലാം. എന്നിട്ട് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് എഴുതിക്കേ. നമുക്ക് കുറെ കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഗ്രാഫ് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഹെഡിങ് കൊടുക്കുക, ഗ്രാഫ് കൃത്യമായി വരയ്ക്കുക. ഓക്കെ, ഇതെല്ലാം എഴുതുക. നമ്മൾ ഏതുവരെ പറഞ്ഞു? അതാ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുവരെ നിങ്ങളൊന്ന് എഴുതുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിലേക്ക് പോകാം. കുട്ടികളെ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? അപ്പോ എക്സ്ട്രീം പൊസിഷനിൽ കണ്ടോ, എക്സ്ട്രീം പൊസിഷനില്, അതായത് എക്സ് വാല്യൂ പ്ലസ് എക്സ് എം ആയ മാക്സിമം പൊസിഷനില് നോക്കൂ, ടോട്ടൽ മെക്കാനിക്കൽ എനർജി എത്രയാണ്? ഹാഫ് കെ എക്സ് എം സ്ക്വയർ. ഇനി ഇത് മെയിൻ പൊസിഷനാണ്. മെയിൻ പൊസിഷനും എക്സ്ട്രീം പൊസിഷനും ഇടയ്ക്കുള്ള ഒരു പോയിന്റിലും ടോട്ടൽ മെക്കാനിക്കൽ എനർജി എത്ര തന്നെയാണ്? ഹാഫ് കെ എക്സ് എം സ്ക്വയർ തന്നെയാണ്. ഓക്കെ, ഇനി നോക്കിക്കേ, അപ്പോ ബ്ലോക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ ഇങ്ങോട്ട് സ്ട്രെച്ച് ചെയ്തു, നമ്മൾ വിട്ടു. അപ്പൊ നോക്കൂ, ഈ പോയിന്റിൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഒരു വാല്യൂ ആണ്. ഇങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോ ഒരു പ്രത്യേക പോയിന്റില്
അതായത് മീൻ പൊസിഷനും എക്സ്ട്രീം പൊസിഷനും ഇടയ്ക്കുള്ള ഒരു പോയിന്റിലും ടോട്ടൽ മെക്കാനിക്കൽ എനർജി എത്ര തന്നെയാണ്? ഹാഫ് കെ എക്സ് എം സ്ക്വയർ ആണ്. അപ്പോൾ ഈ ബ്ലോക്ക് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ സഞ്ചരിച്ച് മീൻ പൊസിഷനിലേക്ക് എത്തുന്നു. മീൻ പൊസിഷനിലെത്തുമ്പോ വെലോസിറ്റി മാക്സിമം ആയിരിക്കും, കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും, പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. മീൻ പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. ഓക്കെ, അവിടെ എക്സ് വാല്യൂ 0 അല്ലേ? അപ്പൊ നോക്കൂ, മീൻ പൊസിഷനിലെ കൈനറ്റിക് എനർജിയുടെ വാല്യൂ എത്രയാണ്? അപ്പോ മീൻ പൊസിഷനിലെ, അതായത് ഇവിടെ എന്തുണ്ട്? മാക്സിമം പൊട്ടൻഷ്യൽ എനർജി ആയിരുന്നു. ഇതാ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി 0. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജിയുടെ വ്യത്യാസം എത്രയാണോ അത്രയും കൈനറ്റിക് എനർജി ഈ പിന്നെ വസ്തുവിന് കിട്ടിക്കാണും, നമ്മുടെ ബ്ലോക്കിന് കിട്ടിക്കാണും. എന്ന് വെച്ചാൽ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? മാക്സിമം വാല്യൂ ഹാഫ് കെ എക്സ് എം സ്ക്വയർ, ഇവിടെയുള്ളതോ 0. അപ്പൊ ആ വ്യത്യാസം എത്രയാണ്? ഹാഫ് കെ എക്സ് എം സ്ക്വയർ മൈനസ് 0, ഹാഫ് കെ എക്സ് എം സ്ക്വയർ. അപ്പൊ അത്രയും കൈനറ്റിക് എനർജി ആർക്ക് കിട്ടി? ഈ ബ്ലോക്കിന് കിട്ടി മീൻ പൊസിഷനിൽ എത്തിയപ്പോ. അപ്പോ ഇവിടെയുള്ള ബ്ലോക്കിന്റെ കൈനറ്റിക് എനർജി എത്രയാണ്? ഹാഫ് കെ എക്സ് എം സ്ക്വയർ ആണ്. പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. അപ്പൊ ടോട്ടൽ എനർജി എത്രയാണ് കുട്ടികളെ? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി ഹാഫ് കെ എക്സ് എം സ്ക്വയർ, പൊട്ടൻഷ്യൽ എനർജി 0. സോ ഹാഫ് കെ എക്സ് എം സ്ക്വയർ പ്ലസ് 0 എത്ര കിട്ടും? ഹാഫ് കെ എക്സ് എം സ്ക്വയർ കിട്ടും. അപ്പൊ ടോട്ടൽ മെക്കാനിക്കൽ എനർജിക്ക് എവിടെയാണെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല, അത് കൺസേർവ്ഡ് ആണ് എന്ന് പറയാം നമുക്ക്. ഓക്കെ, ഇനി ഇപ്പൊ ബ്ലോക്ക് എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ ഫിഗർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം കണ്ടോ, മീൻ പൊസിഷൻ ആയിരുന്നു. അവിടെ നമ്മളൊരു നിശ്ചിത ദൂരം സ്ട്രെച്ച് ചെയ്തു. ഇവിടെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. കൈനറ്റിക് എനർജി 0, പൊട്ടൻഷ്യൽ എനർജി മാക്സിമം, ടോട്ടൽ എനർജി ഹാഫ് കെ എക്സ് എം സ്ക്വയർ. നമ്മൾ റിലീസ് ചെയ്തു. റിലീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇതിന്റെ വെലോസിറ്റി കൂടുന്നു, കൈനറ്റിക് എനർജി കൂടുന്നു, പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കുറയുന്നു. അപ്പോൾ ഏതോ ഒരു പോയിന്റിൽ, ഇതിന് നടുക്കുള്ള ഒരു പോയിന്റിൽ ഹാഫ് കെ എക്സ് എം സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആയിരുന്നു കൈനറ്റിക് എനർജി, ഹാഫ് കെ എക്സ് സ്ക്വയർ ആയിരുന്നു പൊട്ടൻഷ്യൽ എനർജി. രണ്ടിന്റെയും സമ്മ് ടോട്ടൽ എനർജി എത്രയാണ്? ഹാഫ് കെ എക്സ് എം സ്ക്വയർ തന്നെയാണ്. ഇവിടെയും അത് തന്നെയാണ്. ഇനി ഇത് പിന്നെയും പോയി മീൻ പൊസിഷനിലെത്തുന്നു. ദാ ഇവിടെ മീൻ പൊസിഷനിലെത്തുമ്പോ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്, കൈനറ്റിക് എനർജി മാക്സിമം ആണ്. ഇനി ഇവിടെ നിൽക്കുവോ? അത് ഇല്ല. പിന്നെന്താണ്? ഇനേർഷ്യ കാരണം ഇങ്ങോട്ട് ഓവർഷൂട്ട് ചെയ്യും. അതായത് ഇതിന്റെ മീൻ പൊസിഷനെ ഓവർഷൂട്ട് ചെയ്ത് അങ്ങോട്ട് പോകും. ഓക്കെ, എന്ന് വെച്ചാൽ സ്പ്രിങ് കംപ്രസ്ഡ് ആകും. സ്പ്രിങ് കംപ്രസ്ഡ് ആകുമ്പോൾ എന്താണ്? ലെഫ്റ്റ് മോസ്റ്റ് പൊസിഷനിൽ എത്തും. ഇത് ഇവിടെ റൈറ്റ് മോസ്റ്റിൽ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് എത്തിച്ചു, ഇവിടെ കംപ്രസ് ചെയ്തെത്തുന്നത് എന്തായി? ലെഫ്റ്റ് മോസ്റ്റ് പൊസിഷനിൽ എത്തി. കണ്ടോ? ആസ് ദ ബ്ലോക്ക് മൂവ്സ് ഫ്രം ദ മീൻ പൊസിഷൻ ടു ദ ലെഫ്റ്റ് എക്സ്ട്രീം പൊസിഷൻ, പിന്നെയും എന്താണ് സംഭവിക്കുക? ഈ എക്സ്ട്രീം പൊസിഷനിൽ നിങ്ങൾക്കറിയാം, മീൻ പൊസിഷൻ നിങ്ങൾക്കറിയാം പൊട്ടൻഷ്യൽ എനർജി 0 ആണ്, ശരിയല്ലേ? കൈനറ്റിക് എനർജി മാക്സിമം ആണ്, ശരിയല്ലേ? അപ്പൊ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? കംപ്രസ് ചെയ്ത് അങ്ങോട്ട് പോകുമ്പോൾ കൈനറ്റിക് എനർജി ബിഗിൻസ് ടു ഡിക്രീസ് ആണ് കേട്ടോ. കൈനറ്റിക് എനർജി കുറയാൻ തുടങ്ങുന്നു, പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യുന്നു? കൂടാൻ തുടങ്ങുന്നു. അങ്ങനെ ലെഫ്റ്റ് മോസ്റ്റ് എക്സ്ട്രീം പൊസിഷനിൽ എത്തുമ്പോൾ, അതായത് ഇപ്പോ ലെഫ്റ്റ് മോസ്റ്റ് എക്സ്ട്രീം പൊസിഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് എക്സ് എം ആണോ? അല്ല, മൈനസ് എക്സ് എം ആണ്. അവിടെ കൈനറ്റിക് എനർജി 0 ആണ്, പൊട്ടൻഷ്യൽ എനർജി മാക്സിമം വാല്യൂ ആണ് ഹാഫ് കെ എക്സ് എം സ്ക്വയർ. ഓക്കെ, കാര്യം മൈനസ് എക്സ് എമ്മിന്റെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ മൈനസ് അങ്ങ് പോയി, ഹാഫ് കെ എക്സ് എം സ്ക്വയർ മാക്സിമം വാല്യൂ ആണ്. ടോട്ടൽ എനർജി എത്രയാണ് കുട്ടികളെ? ടോട്ടൽ എനർജി ഈസ് സ്റ്റിൽ ഹാഫ് കെ എക്സ് എം സ്ക്വയർ തന്നെയാണ്. സംശയമുണ്ടോ? ഇല്ല. അപ്പൊ ഇതുവരെ കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. മെക്കാനിക്കൽ എനർജി എല്ലാ പോയിന്റിലും സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിൽ കൺസർവ്ഡ് അല്ലേ? ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാഫ് നോക്കാം. നോക്കൂ, ഗ്രാഫ് എന്താ പറയുന്നത്? വേരിയേഷൻ ഓഫ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വേണമെങ്കിൽ നോട്ടിൽ എഴുതാം, എന്നിട്ട് ഗ്രാഫ് ഒന്ന് നമുക്ക് പരിശോധിക്കാം. പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ നോട്ട് എഴുതിക്കോളൂ നിങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ഗ്രാഫിൽ പറയുന്നത് എന്താണ്? വേരിയേഷൻ ഓഫ് ഇ കെ എന്ന് പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജി ആൻഡ് ഇ പി പൊട്ടൻഷ്യൽ എനർജി. നോക്കൂ, ഇതാണ് മീൻ പൊസിഷൻ. നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച് നോക്കിയേ, നമ്മൾ സ്പ്രിങ്ങിനെ എന്ത് ചെയ്ത്, മാസിനെ അല്ലെങ്കിൽ ബ്ലോക്കിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്യുകയാണ്. എങ്ങോട്ട്? റൈറ്റിലേക്ക്. ഓക്കെ, റൈറ്റിലേക്ക് സ്ട്രെച്ച് ചെയ്ത് എവിടെ വരെ കൊണ്ടുപോകുന്നു? എക്സ് ഈക്വൽ ടു പ്ലസ് എക്സ് എം വരെ ഉള്ളൂ. അവിടെ നിങ്ങൾ നോക്കിക്കേ, പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യുകയാണ്, ശരിയല്ലേ? ഹാഫ് കെ എക്സ് സ്ക്വയർ. ഈ ഫാഷനാണ് കേട്ടോ ഗ്രാഫിന്റെ.
പരാബോളിക് ഫാഷനാണിത്. ഇങ്ങനെ ഹാഫ് കെ എക്സ് സ്ക്വയർ അങ്ങനെയുള്ള ഗ്രാഫുകളെ പറ്റി നിങ്ങൾ കോണിക് സെക്ഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇങ്ങനെയാണ് ആ ഗ്രാഫ്. ഓക്കെ, അപ്പൊ ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ്. കണ്ടോ, അത് ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, സംശയമുണ്ടോ? പൊട്ടൻഷ്യൽ എനർജി കൂടി 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 എക്സ് ഈക്വൽ ടു എക്സ് എം എന്ന് പറയുന്ന ഈ പോയിന്റിൽ മാക്സിമം ആയി. ശരിയല്ലേ? ഓക്കെ, അപ്പൊ കൈനറ്റിക് എനർജി എന്ത് ചെയ്യുന്നു? കൈനറ്റിക് എനർജി എന്ത് ചെയ്യുന്നു? കുറയുന്നു. ശരിയല്ലേ? കൈനറ്റിക് എനർജി ഇവിടെ ആയിരുന്നു കൈനറ്റിക് എനർജിയുടെ മാക്സിമം വാല്യൂ. നോക്കൂ, ഇതാണ് കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ്. ഇവിടെ കൈനറ്റിക് എനർജിയുടെ മാക്സിമം വാല്യൂ. പിന്നെന്താണ്? കുറച്ചുകൂടി കഴിയുമ്പോൾ കുറയുന്നു, പിന്നെയും കുറയുന്നു. അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് എക്സ്ട്രീം പൊസിഷനിൽ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ് 0 ആകുന്നു. ശരിയല്ലേ? അപ്പൊ ഇത് പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ്, ഇത് കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ്. ഇനി ടോട്ടൽ എനർജിയുടെ വാല്യൂ എല്ലാ പോയിന്റിലും എന്ത് തന്നെയാണ്? സെയിം അല്ലേ കുട്ടികളെ? ഈ പോയിന്റിൽ ടോട്ടൽ എനർജിയുടെ വാല്യൂ ഇവിടെയാണ്, ഈ പോയിന്റിലെ ടോട്ടൽ എനർജിയുടെ വാല്യൂ ഇവിടെയാണ്, ഈ പോയിന്റിലെ ടോട്ടൽ എനർജിയുടെ വാല്യൂ ടോട്ടൽ എനർജി മാറുന്നില്ല. അപ്പൊ ടോട്ടൽ എനർജിയുടെ ഗ്രാഫ് കണ്ടോ, ഇങ്ങനെയാണ്. ഇത് മറക്കരുത്. ഇത് പൊട്ടൻഷ്യൽ എനർജി, ഇത് കൈനറ്റിക് എനർജി, ഇത് ടോട്ടൽ എനർജി. ഇത് ഒരു പോർഷൻ മാത്രമേ ആയിട്ടുള്ളൂ. ഗ്രാഫ് പൂർണ്ണമായില്ല. മനസ്സിലായില്ലേ? ഗ്രാഫ് പൂർണ്ണമാകണമെങ്കിൽ എന്താണ്? ലെഫ്റ്റ് എക്സ്ട്രീം പൊസിഷനിലേക്ക് പോകണം. ഇവിടെ നോക്കൂ, ഇവിടെ എക്സ് ഈക്വൽ ടു 0 മീൻ പൊസിഷൻ. അവിടെ കൈനറ്റിക് എനർജി മാക്സിമം ആണ്. കണ്ടോ, പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. കണ്ടോ, ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ്. അവിടെ ഗ്രാഫ് 0-ലാണ്. ഇത് കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ് അവിടെ മാക്സിമത്തിലാണ്. ഓക്കെ, അപ്പോ ഇനി ലെഫ്റ്റ് മോസ്റ്റ് എക്സ്ട്രീം പൊസിഷനിലേക്ക് പോകുമ്പോ ഈ എക്സ്ട്രീം പൊസിഷനിൽ എത്തുമ്പോൾ എന്താണ്? വീണ്ടും കൈനറ്റിക് എനർജി 0-ലേക്ക് വരും. ശരിയല്ലേ? അപ്പോ ഈ മാക്സിമത്തിൽ നിന്ന് ലെഫ്റ്റ് എക്സ്ട്രീമിലേക്ക് പോകുമ്പോൾ കണ്ടോ, പിന്നെയും കൈനറ്റിക് എനർജി കുറഞ്ഞ് 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 ലെഫ്റ്റ് മോസ്റ്റ് എക്സ്ട്രീം പൊസിഷനിലായ -xm എത്തുമ്പോൾ 0 ആവുന്നു. ഇനി ഇവിടെ നോക്കൂ, ഈ മെയിൻ പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. ഇനി ലെഫ്റ്റ് മോസ്റ്റ് എക്സ്ട്രീം പൊസിഷനിലേക്ക് പോകുമ്പോഴോ കൈനറ്റിക് എനർജി കുറയുന്നു, പക്ഷേ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? കൂടുന്നു. കൂടി 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 -xm എന്നുള്ള ഈ പൊസിഷനിൽ എത്തുമ്പോൾ മാക്സിമം വാല്യൂ ആവുന്നു. കണ്ടോ? ഓക്കെ, സംശയമുണ്ടോ? എന്നാൽ ടോട്ടൽ എനർജി എന്ത് തന്നെയാണ്? ഹാഫ് കെ എക്സ് സ്ക്വയർ തന്നെയാണ് ഓരോ പോയിന്റിലും. അപ്പൊ ഇതല്ലേ, ഈ പോയിന്റുകളെല്ലാം ചേർത്ത് വരയ്ക്കുമ്പോൾ ടോട്ടൽ എനർജി ഇങ്ങനെയാണ്. അപ്പൊ കണ്ടോ, പൂർണ്ണമായി ഗ്രാഫ് ഇതിന്റെ ബ്ലോക്കിന്റെ ഇന്റർ കൺവേർട്ടിബിൾ ആ ഒരു ഫാഷനിൽ നമ്മൾ നോക്കിയപ്പോൾ എന്താണ്? ഇതാണ് ഗ്രാഫ്. എനർജിയും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഗ്രാഫാണ്. കണ്ടോ? ഇനി നോക്കൂ, ഈ ലെഫ്റ്റ് മോസ്റ്റ് പൊസിഷൻ ആയാലും അല്ലെങ്കിൽ റൈറ്റ് മോസ്റ്റ് പൊസിഷൻ ആയാലും ലെഫ്റ്റ് മോസ്റ്റ് പൊസിഷൻ ആയാലും നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫും കൈനറ്റിക് എനർജിയുടെ ഗ്രാഫും ക്രിസ് ക്രോസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇതാ കണ്ടോ, ഇതാണ് ആ പോയിന്റ്. എന്ന് വെച്ചാൽ അവിടെ ആ പോയിന്റില് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും തുല്യമായിരിക്കും. മനസ്സിലായോ? അതാണ് ആ വാല്യൂ. എത്രയാണ്? xm/√2 ആണ്. അതായത് മാക്സിമം ഈ വാല്യൂവിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡിസ്റ്റൻസ് കിട്ടും. അതാണ് ആ പോയിന്റിലാണ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും തുല്യമാകുന്നത്. മറക്കരുത്, വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇത് റൈറ്റിലെ. ഇനി ലെഫ്റ്റിലും അതേ വാല്യൂ, നെഗറ്റീവ് അതേ വാല്യൂവിലാണ് കൈനറ്റിക് എനർജിയുടെ ഗ്രാഫും. ഇതാണ് കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫും ക്രിസ് ക്രോസ് ചെയ്യുന്നത്. ആ പിവട്ടൽ പോയിന്റ് ആണ് ഇത് -xm/√2. ശരിയല്ലേ? ടോട്ടൽ എനർജി എപ്പോഴും എന്ത് തന്നെയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും. സംശയമുണ്ടോ? ക്ലിയർ ആയില്ലേ? അപ്പോ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി എപ്പോഴും ഇതിന് രണ്ടിനും കൂടുതലായിരിക്കും. ശരിയല്ലേ? അങ്ങനെയാണ്, അങ്ങനെ വരാവൂ. ടോട്ടൽ എനർജി ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. സംശയമുണ്ടോ? അപ്പോൾ 1-2 തവണ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കാര്യങ്ങൾ ക്ലിയർ ആയി ഒന്ന് കേൾക്കുക. ഓക്കെ, എന്നിട്ട് ഈ ഗ്രാഫ് ഒന്ന് വരയ്ക്കുക. ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ അടുത്ത വീഡിയോയിലേക്ക് പോകാവൂ. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണിത്. ഓക്കെ, വായിച്ച് പിന്നെയും മനസ്സിലാക്കുക. ആദ്യം മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വീണ്ടും കണ്ടെന്ത് ചെയ്യുക. ഇത് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മുന്നോട്ട് പോവുക. കാര്യം നിങ്ങൾക്കറിയാം, ഇപ്പൊ എന്താണ്, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കാനുള്ള പരിമിതികൾ നമുക്കുണ്ട്. എന്നാലും നിങ്ങൾ കഴിവിന്റെ പരമാവധി പഠിച്ചാൽ മാത്രമേ, ഇപ്പോൾ നിങ്ങൾ ഒന്ന് കഷ്ടപ്പെട്ടാൽ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിരിക്കും. ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പ്രതീക്ഷിക്കാം പരീക്ഷയ്ക്ക്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ പോയിന്റ് മനസ്സിലാക്കണം. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജിയും തുല്യമാണ്. ഓക്കെ, അത് ഏത് പോയിന്റ് ആണ്? -xm/√2 ആണ്. ക്ലിയർ ആയല്ലോ?
അത് കൃത്യമായി പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇതൊന്ന് നിങ്ങളുടെ നോട്ടിലേക്ക് മനോഹരമായി എഴുതുകയും വേണം. കുട്ടികളെ, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ എന്താണ്, പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും തുല്യമാകുന്നത് ഈ പോയിന്റിലാണ്, ശരിയല്ലേ? അത് ഏത് എക്സ് വാല്യൂവിലാണ്, അതായത് ഒറിജിനൽ മീൻ പൊസിഷനിൽ നിന്ന് എന്തുമാത്രം അകലെയുള്ള ഒരു പോയിന്റിലാണ് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി തുല്യമാകുന്നത്. അത് നമ്മൾ ഈ ഗ്രാഫിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. എത്രയാണ്? XM/√2 എന്ന്. അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാം. അതായത് ഈ പോയിന്റില് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും തുല്യമായിരിക്കും എന്ന് വെച്ചാൽ ഇതൊരു എക്സ് വാല്യൂ അല്ലേ, ഇത് ഒരു എക്സ് വാല്യൂ ആണ്. അതായത് ഒരു നിശ്ചിത എക്സ് വാല്യൂ, ഒരു പ്രത്യേക എക്സ് വാല്യൂവിൽ കൈനറ്റിക് എനർജിയുടെ വാല്യൂ എത്രയായിരിക്കും നമ്മൾ അവിടെ കണ്ടുപിടിച്ചതാണ്. ഇവിടെ at any position x between mean position and extreme positions the kinetic energy will be എത്ര, ഹാഫ് k. ഇതിനെ നമുക്ക് പിന്നെ എന്താണ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, ഹാഫ് k XM² മൈനസ് ഹാഫ് k x², ശരിയല്ലേ? ഓക്കെ, ഈ പോയിന്റിൽ എന്താണ് കൈനറ്റിക് എനർജി ഇതാണ് കൈനറ്റിക് എനർജിയുടെ വാല്യൂ. ഇനി ആ എക്സ് വാല്യൂ, അതായത് ആ പൊസിഷനിൽ നമുക്ക് അങ്ങ് അസ്യൂം ചെയ്യാം കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും തുല്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാം, ഈ കൈനറ്റിക് എനർജി ഈക്വൽ ടു ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി. ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? ഹാഫ് k x², ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. എത്രയാണ്? ഇത് ഇപ്പുറത്ത് പോകുമ്പോൾ എന്ത് കിട്ടും? ഹാഫ് k x² പ്ലസ് ഹാഫ് k x² എത്ര? k x², ശരിയല്ലേ? അത് നമ്മൾ ഇവിടെ എഴുതുന്നു, k x² ഈക്വൽ ടു ഇവിടെ എന്താണ്, ഹാഫ് k XM² ഇവിടെ തന്നെ ഉണ്ട്. സംശയമുണ്ടോ? ഇല്ല. അപ്പൊ നോക്കിയേ, ഈ kയും ഇവിടത്തെ kയും ക്യാൻസൽ ചെയ്ത് കളയുന്നു. ബാലൻസ് ആരുണ്ട്? x² ഈക്വൽ ടു, നോക്ക്, x² ഈക്വൽ ടു XM²/2. അപ്പൊ x എത്രയാണ്? x ഈക്വൽ ടു റൂട്ട് എടുക്കുന്നു, റൂട്ട് ഓഫ് XM²/2 എന്ന് പറഞ്ഞാൽ XM/√2. കണ്ടില്ലേ? XM/√2. അപ്പോ ഏത് എക്സ് വാല്യൂവിലാണ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും തുല്യമാകുന്നത്? എക്സ്ട്രീം പൊസിഷന്റെ വാല്യൂ എത്രയാണോ, XM അല്ലെങ്കിൽ X0 എന്തോ ആയിക്കോട്ടെ, അതിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പോയിന്റിലായിരിക്കും എന്ത്, അപ്പുറത്തും ഇപ്പുറത്തും ഇത് രണ്ടും സെയിം ആയി വരിക. അത് നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷനിലൂടെ കണ്ടുപിടിച്ചു. നിങ്ങൾ അതും കൂടി ഒന്ന് എഴുതണം കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടി അതിനോട് ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ക്ലിയർ ആയല്ലോ? അടുത്ത ടോപ്പിക്കാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇതിനു മുമ്പേ ഡീൽ ചെയ്ത സാഹചര്യങ്ങളിലെല്ലാം ടോട്ടൽ മെക്കാനിക്കൽ എനർജിയെ പറ്റി മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. എന്താണ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി? എന്നാൽ എനർജി എന്നത് മെക്കാനിക്കൽ എനർജി മാത്രമല്ല, അത് കെമിക്കൽ എനർജി ആകാം, ഹീറ്റ് എനർജി ആകാം, തെർമൽ എനർജി ആകാം, ഇലക്ട്രിക്കൽ എനർജി ആകാം, ന്യൂക്ലിയർ എനർജി ആകാം, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഓക്കെ, എന്നാൽ മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? മോഷനോ അല്ലെങ്കിൽ കോൺഫിഗറേഷനോ പൊസിഷനോ കാരണം ഒരു ബോഡിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജിയാണ് അതിന്റെ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. ഈ മെക്കാനിക്കൽ എനർജി കൺസർവ്ഡ് ആകുന്നത് എപ്പോഴാണ്? ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഫോഴ്സുകൾ, ഓക്കെ, വർക്ക് ചെയ്യുന്നത് ആരാണ്? എപ്പോഴും ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യപ്പെടുക. അല്ലെ, ആ സിസ്റ്റം ഡിസ്പ്ലേസ്ഡ് ആകുമ്പോൾ, ഫോഴ്സ് അപ്ലൈ ചെയ്ത് ആ സിസ്റ്റത്തിന് സ്ഥാന ചലനം ഉണ്ടാകുമ്പോൾ അതിൽ വർക്ക് ചെയ്യപ്പെട്ടു എന്ന് പറയാം. ആ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ചെയ്യുന്ന ഫോഴ്സുകൾ കൺസർവേറ്റീവ് ആണെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസർവ്ഡ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പോർഷൻസിലൊക്കെ നമ്മൾ നോക്കിയത് എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വർക്ക് ചെയ്യുമ്പോൾ ഓരോ പോയിന്റിലും ടോട്ടൽ മെക്കാനിക്കൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെങ്കിൽ കൺസർവ്ഡ് ആയിരിക്കും ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ കേസിൽ. അതുപോലെ കഴിഞ്ഞ പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? സ്പ്രിംഗ് ഫോഴ്സ് ആയിരുന്നു, ശരിയല്ലേ? അവിടെയും ഓരോ പോയിന്റിലും എന്തായിരുന്നു ആ സ്പ്രിംഗ് മാസ് സിസ്റ്റത്തില്? ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസർവ്ഡ് ആയിരുന്നു എന്ന് വെച്ചാൽ അവിടെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഫോഴ്സുകൾ അല്ലെങ്കിൽ വർക്ക് ചെയ്ത ഫോഴ്സുകളൊക്കെ കൺസർവേറ്റീവ് ആയിരുന്നു. എന്നാൽ ആ സിസ്റ്റത്തിൽ ഇൻവോൾവ് ചെയ്യുന്ന ചില ഫോഴ്സുകൾ നോൺ കൺസർവേറ്റീവ് ആയാൽ ഈ മെക്കാനിക്കൽ എനർജിയുടെ കുറെ ഭാഗം ഹീറ്റായോ ലൈറ്റായോ സൗണ്ടായോ ഒക്കെ എന്ത് ചെയ്യാം? ട്രാൻസ്ഫോം ചെയ്തു പോകാം.
മനസ്സിലായോ? അപ്പൊ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസർവ്ഡ് ആണോ? കാര്യം കുറെ ഭാഗം എന്തായി പോയി? ഹീറ്റ് എനർജി ആയി. ഇപ്പൊ ഫ്രിക്ഷൻ എന്നൊരു ഫോഴ്സ് ഇൻവോൾവ് ചെയ്യുമ്പോൾ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസർവ്ഡ് ആവില്ല. കാര്യം എന്താണ്? കുറെ എനർജി എന്ത് ചെയ്യുന്നു? ഹീറ്റായി മാറുന്നു, ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ടോട്ടൽ നിന്ന് കുറെ ഭാഗം പോയി. അപ്പൊ എന്താണ്? അത് കൺസർവ്ഡ് അല്ല. മനസ്സിലായില്ലേ? എന്നാൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസർവ്ഡ് അല്ലെങ്കിലും ആ സിസ്റ്റം ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ, എക്സ്റ്റേണലി ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ സറൗണ്ടിങ്സിൽ നിന്നും ഐസൊലേറ്റഡ് ആയിരിക്കുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ അതിലെ ടോട്ടൽ എനർജി എന്നത് ചേഞ്ച് ചെയ്യില്ല. ആ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ആരൊക്കെ ചേരുന്നതാണ്? ഈ മെക്കാനിക്കൽ എനർജിയും നേരത്തെ പറഞ്ഞ ഹീറ്റ് എനർജിയും ഇന്റേണൽ എനർജി ഉണ്ടെങ്കിൽ അതും കെമിക്കൽ എനർജിയും ഇലക്ട്രിക്കൽ എനർജി അങ്ങനെ ഉണ്ടെങ്കിൽ അതും എല്ലാം കൂടി ചേരുന്നതാണ്. എല്ലാ എനർജി ഫോമുകളും ചേരുന്നതാണ് ടോട്ടൽ എനർജി. ആ ടോട്ടൽ എനർജിക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല. മെക്കാനിക്കൽ എനർജി മാറിക്കോട്ടെ, പക്ഷേ മെക്കാനിക്കൽ എനർജിയും ആ മാറിപ്പോകുന്ന ആ ഫോംസ് ഓഫ് എനർജി എല്ലാം കൂടി ചേരുന്ന ടോട്ടൽ എനർജി എന്നത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യില്ല? ചേഞ്ച് ചെയ്യില്ല. അതാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്നല്ല പറഞ്ഞത്, എനർജി. എല്ലാ എനർജി ഫോമുകളും ചേരുന്നതിനെയാണ് എനർജി എന്ന് വിളിക്കുന്നത്. ആ എനർജിക്ക് ഒരു മാറ്റവും വരുന്നില്ല എങ്കിൽ അത് കൺസർവ്ഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ശരിയല്ലേ? ഇനി നോക്കിക്കേ, ദ ടോട്ടൽ എനർജി ഇ ഓഫ് എ സിസ്റ്റം ഈസ് ദ സം ഓഫ് സിസ്റ്റംസ് മെക്കാനിക്കൽ എനർജി, തെർമൽ എനർജി ആൻഡ് എനി അതർ ഫോം ഓഫ് ഇന്റേണൽ എനർജി ഇൻ അഡീഷൻ ടു തെർമൽ എനർജി. ഒരു സിസ്റ്റത്തിന്റെ ഈ സിസ്റ്റം എന്താണ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? തൊട്ടടുത്തുള്ള പാർട്ടിൽ, രണ്ടാമത്തെ പാർട്ടിൽ തെർമോഡൈനാമിക്സ് എന്നുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. അതിൽ നമുക്ക് സിസ്റ്റം എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. തെർമോഡൈനാമിക് സിസ്റ്റം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജിയാണ്, ടോട്ടൽ മെക്കാനിക്കൽ എനർജി അല്ല, ടോട്ടൽ എനർജി ഇ എന്നത് ആ സിസ്റ്റത്തിന്റെ ഏതൊക്കെ എനർജി ഫോമുകളുടെ സമ്മായിരിക്കും? സിസ്റ്റത്തിന്റെ മെക്കാനിക്കൽ എനർജിയുടെ, അതുപോലെ തെർമൽ എനർജിയുടെ, പിന്നെ മറ്റെന്തെങ്കിലും ഇന്റേണൽ എനർജി ആ സിസ്റ്റത്തിനുണ്ടെങ്കിൽ അതിന്റെ എല്ലാം സമ്മായിരിക്കും ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി. ഇനി നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ എഴുതണം. പക്ഷേ ജസ്റ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ എന്താണ്? മാർക്ക് അനുസരിച്ച് നിങ്ങൾ എഴുതുക. അപ്പോൾ ഇതാണ് നമ്മുടെ നിങ്ങൾ പണ്ടേ കേട്ടിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. എന്താണത്? എനർജി മേ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ ബട്ട് ദ ടോട്ടൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. കണ്ടോ? എനർജിയെ നിങ്ങൾക്ക് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മെക്കാനിക്കൽ എനർജിയെ ഹീറ്റ് എനർജിയായി മാറി. പക്ഷേ ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി, അതായത് മെക്കാനിക്കൽ എനർജിയും ഇപ്പൊ മാറിയ ഹീറ്റ് എനർജിയും അതിന്റെ എല്ലാ സം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് എനർജി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? അതിനെ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ മാത്രമേ പറ്റുകയുള്ളൂ. അതാണ് ഒന്നുകൂടി കൂടി വായിക്കുന്നു. എനർജി മേ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ ബട്ട് ദ ടോട്ടൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഓക്കെ, ഇനി നോക്കിക്കേ, ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം, അല്ലെ ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. എന്താണ്? ദ യൂണിവേഴ്സ് ആസ് എ ഹോൾ മേ ബി വ്യൂഡ് ആസ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം. ഈ യൂണിവേഴ്സിനെ മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത ഒരു ഐസൊലേറ്റഡ് സിസ്റ്റമായി നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ പരിഗണിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കില്ലേ? നിങ്ങൾക്കറിയാം, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ഈ യൂണിവേഴ്സിന്റെ ഒരു ഭാഗത്ത് എന്തെങ്കിലും എനർജി ലോസ് ഉണ്ടായാൽ മറ്റൊരു ഭാഗത്ത് അത്രയും എനർജി കൂടും. മനസ്സിലായില്ലേ കാര്യം? പുറമേ നിന്ന് ഒരു ഡിസ്റ്റർബൻസും ഇല്ല, എനർജി പുതുതായി ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഭാഗത്ത് കുറഞ്ഞാൽ ഒരു ഭാഗത്ത് എന്ത് ചെയ്യും? കൂടും. ഓക്കെ, ശരിയല്ലേ? ഇനി നോക്കൂ, ഇറ്റ് ഫോളോസ് ഫ്രം ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ദാറ്റ് വർക്ക് W ഡൺ ഓൺ എ സിസ്റ്റം ഈസ് ഗിവൺ ബൈ. നിങ്ങൾക്കറിയാം, വർക്ക് എന്നത് എനർജിക്ക് തുല്യമാണ്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഒരു സിസ്റ്റത്തിൽ പിന്നെ വർക്ക് ചെയ്തത് ആ സിസ്റ്റത്തിലെ എനർജി ചേഞ്ച് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എനർജിയിലെ ചേഞ്ച് പ്ലസ് തെർമൽ എനർജിയിലെ ചേഞ്ച് പ്ലസ് ഇന്റേണൽ എനർജിയിലെ ചേഞ്ച്, ആ ചേഞ്ചുകളുടെ എല്ലാം സമ്മാണ് ആ സിസ്റ്റത്തിൽ ഉണ്ടായ എനർജി ചേഞ്ച്. എനർജി ചേഞ്ച് എന്ന് പറഞ്ഞാൽ പുതുതായി എനർജി ഉണ്ടാക്കിയതല്ല, എനർജി മാറിയതാണ്, ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇവിടെ നോക്കൂ, ഡെൽറ്റ ഇ മെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മെക്കാനിക്കൽ എനർജിയിലെ ചേഞ്ച്.
ഡെൽറ്റ ഇ ടി എച്ച് എന്ന് പറഞ്ഞാൽ തെർമലാണ്. എന്താണ് തെർമൽ എനർജി, സിസ്റ്റത്തിൽ തെർമൽ എനർജിയിലെ ചേഞ്ച്. എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്റേണൽ എനർജി, സിസ്റ്റത്തിലെ ഇന്റേണൽ എനർജിയുടെ ചേഞ്ച്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നോക്കിയേ, വ്യത്യസ്ത എനർജി ഫോമുകളുണ്ട്. ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്റേണൽ എനർജി, ഹീറ്റ് എനർജി അല്ലെങ്കിൽ തെർമൽ എനർജി, കെമിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി, ന്യൂക്ലിയർ എനർജി. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കണം. ഈ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പേജ് പറഞ്ഞുതരാം എത്രയാണെന്ന്. ഏകദേശം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ നിങ്ങൾ നോക്കിയാൽ അറിയാം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 126 പേജിലാണ് കൊടുത്തിരിക്കുന്നത്. വേരിയസ് ഫോംസ് ഓഫ് എനർജി, ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്നുള്ള ഹെഡിങ്ങിന് താഴെയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. അത് അറിയണം എന്ന് നിങ്ങൾക്ക് നല്ല താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, നമുക്ക് വേറൊരു ക്ലാസ് ആയിട്ട് അത് അറേഞ്ച് ചെയ്യാം. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി മാത്രം, ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി അടുത്ത വീഡിയോയിൽ നോക്കാം. നോക്കിയേ, ദ ഇക്വലൻസ് ഓഫ് മാസ് ആൻഡ് എനർജി. ഈ മാസും എനർജിയും രണ്ടായിരുന്നു എന്നാണ് നമ്മൾ കുറേ കാലം മുമ്പ് വിശ്വസിച്ചിരുന്നത്. എന്നാൽ നോക്കൂ, ആൽബർട്ട് ഐൻസ്റ്റൈൻ, അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമേ ഇല്ല. എന്താണ് നമ്മുടെ മനുഷ്യകുലത്തിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ മനുഷ്യ ബുദ്ധിയുടെ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ സിദ്ധാന്തം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആപേക്ഷികതാ സിദ്ധാന്തം അല്ലെങ്കിൽ റിലേറ്റിവിറ്റി തിയറി കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അല്ലേ, മനസ്സിലാക്കാൻ ഭയങ്കര പ്രയാസമാണ്. നമ്മുടെ ചിന്താധാരകളെ തന്നെ മാറ്റിമറിച്ച ഒരു സിദ്ധാന്തമാണ്, തിയറി ഓഫ് റിലേറ്റിവിറ്റി. വളരെ രസകരമായ ഒരുപാട് കോൺസിക്വൻസസ് ആ തിയറിക്കുണ്ട്. ഓക്കെ, നിങ്ങളിപ്പോ അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി 1905 പുറത്തു വന്നു. പിന്നെ കുറെ കൊല്ലം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പുറത്തു വന്നു. നിങ്ങൾ ഇന്റർസ്റ്റെല്ലാർ എന്നുള്ള ചിത്രം കണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നും മനസ്സിലായി കാണില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ഭയങ്കര നമ്മുടെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചാണ് ആ ചിത്രം എടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ഹോൾ മുതലായ വേം ഹോൾ മുതലായ കാര്യങ്ങൾ. അപ്പൊ അതെല്ലാം വളരെ രസകരമാണ്. നിങ്ങളിപ്പോൾ ഫിസിക്സ് ഭാവിയിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ആസ്ട്രോണം അല്ലെങ്കിൽ ഒരു ആസ്ട്രോഫിസിസിസ്റ്റ് ആകണം എന്നാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത ഒരു തിയറിയാണ് ആൽബർട്ട് ഐൻസ്റ്റൈന്റെ പൊതു ആപേക്ഷികതാ സിദ്ധാന്തം അല്ലെങ്കിൽ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫിസിക്സ് ഏതെങ്കിലുമൊക്കെ കുട്ടികൾ കാണുമല്ലോ, നിങ്ങൾ പരിചയപ്പെടുന്ന കുട്ടികളായാലും ചിലപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങളായാലും ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഭാവിയിൽ ഫിസിക്സ് എടുക്കാൻ താല്പര്യമുള്ള കുട്ടികളായിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ രസകരമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട് ആ ഫിസിക്സിൽ. ഓക്കെ, അതിലൊന്നാണ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. അദ്ദേഹം പറഞ്ഞ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഒരു കോൺസിക്വൻസ് ആയി അദ്ദേഹം പറഞ്ഞതാണ് മാസും എനർജിയും ഈക്വലന്റ് ആണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, അദ്ദേഹം പറഞ്ഞ എന്താണ്, ആൽബർട്ട് ഐൻസ്റ്റൈൻ ഷോഡ് ദാറ്റ് ദ മാസ് ആൻഡ് എനർജി ആർ ഈക്വലന്റ് ആൻഡ് ആർ റിലേറ്റഡ് ബൈ ദ ഇക്വേഷൻ E is equal to mc². E എന്താണ്, എനർജി. M എന്താണ്, മാസ്. C ലൈറ്റിന്റെ സ്പീഡാണ്, അതിന്റെ സ്ക്വയർ. സോ നിങ്ങൾക്കൊരു നിശ്ചിത മാസ് ഉണ്ടെങ്കിൽ അതിനെ c² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് എത്രയോ അത്രയും എമൗണ്ട് എനർജി ആ മാസിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ്. മനസ്സിലായോ? the equation tells us that a very large amount of energy is associated with a very small amount of mass. അപ്പോൾ നിങ്ങൾ 1 കിലോഗ്രാം മാസ് അതിൽ എന്തുമാത്രം എനർജി അടങ്ങിയിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ആ 1 കിലോഗ്രാമിനെ c² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അത്രയും ജൂൾ എനർജി അതിലുണ്ട്. C എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 3 × 10⁻⁸ വളരെ വലിയൊരു സംഖ്യയാണ്. ശരിയല്ലേ? അപ്പൊ ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞ എന്താണ്, എനർജി ആൻഡ് മാസ് അല്ലെങ്കിൽ മാസ് ആൻഡ് എനർജി ആർ ഈക്വലന്റ്. അവ റിലേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ഈക്വൽ എന്നല്ല ഇക്വലന്റ് എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ റിലേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, E is equal to mc² ആണ്. C എന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്, അതിന്റെ വാല്യൂ എത്രയാണ്, 3 × 10⁻⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ചെറിയൊരു ഉദാഹരണം നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് ദ എനർജി ഇക്വലന്റ് ഓഫ് എ 1 കിലോഗ്രാം മാസ് നിങ്ങളോട് ചോദിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ഞാനിപ്പോൾ ഉത്തരം പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട്
ആൽബർട്ട് ഐൻസ്റ്റൈന്റെ ഈ മാസ് എനർജി സമവാക്യം, മാസ് എനർജി റിലേഷൻ ഉപയോഗിക്കുക. E=mc². എം എത്രയാണ്? 1 കിലോഗ്രാം. 1 × c എത്രയാണ്? 3 × 10⁸ അതിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ കണ്ടോ ഭീമമായ അളവാണ്. 9 × 10⁻16 ജൂളാണ്. എന്ന് വെച്ചാൽ എന്താണ്? ഒരു വർഷം ഒരു പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഓരോ പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ ഉണ്ടല്ലോ, നമുക്ക് തെർമൽ പവർ സ്റ്റേഷൻ ഉണ്ട്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഉണ്ട്, വൈദ്യുത നിലയങ്ങൾ അല്ലെ, പവർ ജനറേറ്റ് ചെയ്യുന്ന ഒരു വൈദ്യുത നിലയം ഒരു കൊല്ലം കൊണ്ട് ഉണ്ടാക്കുന്ന എനർജിയാണ് ഒരു നിസാരമായ 1 കിലോഗ്രാം മാസിൽ അടങ്ങിയിട്ടുള്ളത്. വിശ്വസിക്കൂ നിങ്ങൾ? വിശ്വസിക്കണം. നമ്മളെല്ലാവരും ശാസ്ത്ര സമൂഹം തന്നെ എന്താണ് അമ്പരന്ന് നിന്നുപോയ ഒരു ഡെറിവേഷനാണ്, ഒരു കണ്ടുപിടുത്തമാണ് ഇത്. E=mc² എന്നുള്ള ആ മഹാശാസ്ത്രജ്ഞന്റെ ഈ ഒരു പിന്നെ ഡിസ്കവറി. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ +2 കഴിഞ്ഞിട്ട് ഈ വിഷയം തന്നെ തിരഞ്ഞെടുത്ത് പോകണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് കൂടുതൽ മനസ്സിലാക്കാം. ഓക്കെ, അത് നിങ്ങൾ കേരളത്തിൽ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നല്ല നല്ല സ്ഥാപനങ്ങൾ IIT, ഐസർ പോലെയുള്ള, നിങ്ങളിപ്പോൾ എൻട്രൻസ് ടെസ്റ്റ് എഴുതുമ്പോൾ മെഡിസിനും എഞ്ചിനീയറിംഗിനും പോകുന്നതായിരിക്കാം നിങ്ങളുടെ പ്രഥമമായ അല്ലെങ്കിൽ പ്രാഥമികമായ താല്പര്യം. ഓക്കെ, ചിലപ്പോൾ താല്പര്യം മാറാം. ഞാൻ പറഞ്ഞില്ലേ, മിറാക്കിളുകൾ സംഭവിക്കുന്ന ഒരു ലോകമാണിത്. നിങ്ങൾക്ക് ചിലപ്പോൾ +1 തീരുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഞാൻ ഈ വിഷയത്തിൽ ഫിസിക്സിലാണ് എൻ്റെ ഒരു താല്പര്യം ഒളിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇപ്പോഴേ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പഠിച്ച് ക്ലിയറായി ഒരു എൻട്രൻസ് എക്സാമിനേഷന് തയ്യാറെടുക്കുക. അതിനുശേഷം +2 കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഐസർ, IIT പോലെയുള്ള പരീക്ഷകൾ എഴുതുക. അതിൽ നല്ല സ്കോർ കിട്ടുമ്പോൾ നിങ്ങൾക്ക് രാജ്യത്തെ മികച്ച സ്ഥാപനങ്ങളിൽ, ലോകത്തിലെ തന്നെ മികച്ച സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്, അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ഫിസിക്സ് പഠിക്കാം. നല്ലൊരു കരിയർ നിങ്ങൾക്ക് ഫിസിക്സിൽ ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ, വളരെ ചെറുതാണെന്ന് തോന്നിയാലും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം എന്താണ്? നമ്മുടെ ആറ്റം ബോംബ് എന്ന് പറയുന്ന സാധനം ഈ ഒരു ഇക്വേഷനിലാണ് പ്രവർത്തിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു ചെറിയ എമൗണ്ട് ന്യൂക്ലിയർ മെറ്റീരിയലിൽ നിന്നും എന്താണ് 2 നഗരങ്ങൾ തന്നെ ചുട്ട് ചാമ്പലായി പോയ കാര്യങ്ങൾ നമ്മുടെ ചരിത്രത്തിലുണ്ട്. ഹിരോഷിമയും നാഗസാക്കിയും പോലെയുള്ള കാര്യങ്ങൾ. അതെല്ലാം അവിടെ എല്ലാം ഗവേൺ ചെയ്യുന്നത് ആരാണ്? ഇയാളാണ്. E=mc². ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയും കാര്യം മനസ്സിലാക്കുക. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ നോക്കാം. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പവർ. നിങ്ങൾ കേട്ടിട്ടുള്ളതുമാണ്. എന്താണ് പവർ? പവർ ഈസ് ദ ടൈം റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. നിങ്ങൾ ഒരു വർക്ക് എന്തുമാത്രം സമയം കൊണ്ടാണ് ചെയ്തത്, അല്ലെങ്കിൽ ആ സമയത്തിനനുസരിച്ച് ചെയ്യപ്പെട്ട വർക്ക് എത്രയാണോ അതിനെയാണ് നിങ്ങൾ പവർ എന്ന് വിളിക്കുന്നത്. ടൈം റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്നാണ്. എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് നിങ്ങളൊരു ഗിവൺ എമൗണ്ട് ഓഫ് വർക്ക് ചെയ്യുമ്പോൾ ഇന്ന സമയം കൊണ്ട് അത് ചെയ്ത് തീർക്കണം അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നതിന് പ്രാധാന്യമുണ്ട് എങ്കിൽ നിങ്ങൾ മെഷർ ചെയ്യുന്നത് ആ വർക്ക് ചെയ്യുന്ന ഏജന്റിന്റെ പവറിനെയാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. When the time taken to complete a given amount of work is important, we measure the power of the agent doing work. For example, അല്ലെങ്കിൽ പവറിന്റെ ഡെഫിനിഷൻ നോക്കാം. ദി ആവറേജ് പവർ P ബാർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ ഒരു വര, P ബാർ or P ആവറേജ് ഡെലിവേർഡ് ബൈ ആൻ ഏജന്റ് ഈസ് ഗിവൺ ബൈ. ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുറമേ നിന്ന് ആള് വന്ന് ചെയ്യുന്നതൊന്നും അല്ല. ഏജന്റ് എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നത് ആരാണോ അതാണ് ഏജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ P ആവറേജ് അല്ലെങ്കിൽ P ബാർ എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ഡൂയിങ് വർക്കാണ്. ടൈം റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്ന് വെച്ചാൽ വർക്ക് ബൈ ടൈം ആണ്. ഓക്കെ, ഇതിന്റെ അർത്ഥം എന്താണ്? T സമയം കൊണ്ട് പൂർത്തീകരിച്ച വർക്കിന്റെ അളവാണ് W. സോ പവർ P ആവറേജ് പവർ ഈസ് W by T, where W is the amount of work done in time T. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, P ആവറേജ് എന്ന് പറഞ്ഞാൽ എന്തിന്റെയൊക്കെ റേഷ്യോയാണ്? W വർക്കിന്റെയും ടൈമിന്റെയും റേഷ്യോ ആണ്. ശ്രദ്ധിച്ചറിയാം, ഇത് രണ്ടും സ്കെയിലാറുകളാണ്, ശരിയല്ലേ? എന്ന് വെച്ചാൽ പവർ എന്തായിരിക്കും? അപ്പോ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. പവർ ഇസ് ദ റേഷ്യോ ഓഫ് 2 സ്കെയിലാർസ്, വർക്ക് ആൻഡ് ടൈം. സോ പവർ ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഇനി നോക്കൂ,
ഒരു ഗിവൺ എമൗണ്ട് ഓഫ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനെടുത്ത സമയം കൂടുതലാണെങ്കിൽ ആ ഏജന്റിന്റെ പവർ എത്രയായിരിക്കും? കുറവായിരിക്കും. ശരിയല്ലേ? കാര്യം ടി കൂടുമ്പോ ഡബ്ല്യു മാറുന്നില്ല, ടി കൂടുമ്പോ പി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ടി ആണ്. ടി കൂടുമ്പോ എന്ത് ചെയ്യും? ഈ റേഷ്യോ കുറയില്ലേ? അപ്പൊ പവർ എന്തായിരിക്കും? കുറവായിരിക്കും. എന്ന് വെച്ചാൽ ഇഫ് ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് എ ഗിവൺ എമൗണ്ട് ഓഫ് വർക്ക് ഈസ് മോർ ദെൻ പവർ ഈസ് ലെസ്. ഓക്കെ, അപ്പൊ നോക്കൂ, പി ആവറേജ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ടി ആണെന്ന് നിങ്ങൾക്ക് അറിയാം. പി ആവറേജ്, ഈ ഡബ്ല്യു എന്ന് പറഞ്ഞ വർക്ക് അല്ലേ? വർക്ക് ബൈ ഡെഫിനിഷൻ എന്താണ്? ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ഡോട്ട് പ്രോഡക്റ്റ് ആണ് എഫ് ഡോട്ട് എസ്. ശരിയല്ലേ? സിൻസ് ഡബ്ല്യു ഈക്വൽ ടു എഫ് ഡോട്ട് എസ്. അപ്പൊ പി ആവറേജ് ഈക്വൽ ടു എഫ് ഡോട്ട് എസ് ബൈ ടി എന്ന് കൊടുത്തൂടെ? ഈ എഫിനെ ഇങ്ങോട്ട് മാറ്റിയിട്ട് എസ് ബൈ ടി, വെക്ടർ എസ് ബൈ ടി. എസ് എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം എത്രയാണ്? വെലോസിറ്റി. സോ എഫ് ഡോട്ട് വി എന്ന് കൊടുത്തൂടെ? പവറിനെ കൊടുത്തൂടെ? എസ് ബൈ ടി ഈക്വൽ ടു വെലോസിറ്റി വി ആണ്. സോ പവറിനെ നിങ്ങൾക്ക് വേറെ രീതിയിലും പറയാം, ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് വെലോസിറ്റി. ഓക്കെ, ഇനി നോക്കിക്കേ, ഡോട്ട് പ്രോഡക്റ്റിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് എഫ് ഡോട്ട് വി എന്ന് പറഞ്ഞ എന്താണ്? എഫ് വി കോസ് തീറ്റ. ഈ തീറ്റ എന്ന് പറഞ്ഞ എന്താണ്? എഫും വിയും തമ്മിലുള്ള സ്മോളർ ആംഗിൾ ആണ് തീറ്റ. ശരിയല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഒരു ചെറിയ സ്പെഷ്യൽ കേസ് നോക്കാം. ഇനി എഫും വിയും ഒരേ ഡയറക്ഷനിലാണെങ്കിലോ? ഇവ രണ്ടും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? എഫ് ഇങ്ങോട്ട്, വി ഇങ്ങോട്ട്. അപ്പൊ രണ്ടും തമ്മിലുള്ള ആംഗിൾ 0 ഡിഗ്രി ആണെങ്കിൽ പവർ എത്രയായിരിക്കും? പവർ വെക്ടർ അല്ല, അതൊരു സ്കെയിലർ ആണ്. പി ബാർ ആണ് കേട്ടോ. ഇത് ബാർ, ആരോ അല്ല, ബാർ ആണ്. ബാർ തെറ്റരുത്. പി ബാർ ഈക്വൽ ടു എഫ് വി കോസ് 0. കോസ് 0 1 ആണ്. സോ എഫ് വി കോസ് 0 ഈക്വൽ ടു എഫ് വി. കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞെന്ന് പറഞ്ഞ എന്താണ്? ഒരു നിശ്ചിത സമയം കൊണ്ട് ചെയ്യപ്പെട്ട വർക്കാണ്, ടി എമൗണ്ട് ഓഫ് സമയം കൊണ്ട്, അതായത് 1 മണിക്കൂർ കൊണ്ട്. എന്നാൽ ഒരു പ്രത്യേക ഇൻസ്റ്റന്റിലെ പവർ എത്രയാണ്? മനസ്സിലായില്ലേ? ഒരു പ്രത്യേക ഇൻസ്റ്റന്റിലെ പവർ എത്രയാണ് എന്ന് ചോദിച്ചാൽ അതിനെ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് പവർ എന്ന് വിളിക്കാം. ഇറ്റ് ഈസ് ദ പവർ അറ്റ് എനി ഗിവൺ ഇൻസ്റ്റന്റ്. ഒരു പ്രത്യേക ഇൻസ്റ്റന്റിലെ പവർ ആണ് ഇൻസ്റ്റന്റേനിയസ് പവർ. അതിനെ നമ്മൾ പി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോ ഒരു ഏജന്റ് ഡി ടി എന്നുള്ള വളരെ ചെറിയൊരു സമയത്തിൽ ഡി ഡബ്ല്യു എന്നുള്ള വളരെ ചെറിയൊരു എമൗണ്ട് ഓഫ് വർക്കാണ് ചെയ്യുന്നതെങ്കിൽ, ഇൻഫിനിറ്റ്സിമലി സ്മോൾ എമൗണ്ട് ഓഫ് വർക്കാണ് ചെയ്യുന്നത് എങ്കിൽ ഇൻസ്റ്റന്റേനിയസ് പവറിനെ നിങ്ങൾക്ക് ഡി ഡബ്ല്യു ബൈ ഡി ടി എന്ന് വിളിക്കാം. മനസ്സിലായില്ലേ? കാൽക്കുലസ് കയറി വരികയാണ്. ഓക്കെ, ഇനി ഡി ഡബ്ല്യു എന്ന് പറഞ്ഞ എന്താണ്? വർക്ക്, ചെറിയ വർക്കാണ്. സോ എഫ് ഡോട്ട് ഡി എസ് ആണ്. ശരിയല്ലേ? ഈ എഫ് ഡി എഫ് ഒന്ന് കൊടുക്കുന്നില്ല നമ്മൾ. കാര്യം എന്താണ്? കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എഫ് ഡോട്ട് ഡി എസ് ആണ്. ശരിയല്ലേ? എഫ് ഡി ഡബ്ല്യു ഈക്വൽ ടു എഫ് ഡോട്ട് ഡി എസ്. ഈ ഡി എസ് എന്ന് പറഞ്ഞ എന്താണ്? ഇൻഫിനിറ്റ്സിമലി സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതായത് ഡി ടി സമയം കൊണ്ട്, പിന്നെ ഇപ്പോ ഒരു സിസ്റ്റത്തിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണ്, ഡി ടി സമയം കൊണ്ട് ഡി ഡബ്ല്യു വർക്ക് ചെയ്തപ്പോ ആ സിസ്റ്റത്തിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡി എസ്. സംശയമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നോക്കൂ, ഈ പി ഈക്വൽ ടു ഡി ഡബ്ല്യു ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് പവർ ആണ്. ഒരു ഇൻസ്റ്റന്റിലെ പവർ ആണ് ഇൻസ്റ്റന്റേനിയസ് പവർ. ഓക്കെ, അപ്പൊ ഇൻസ്റ്റന്റേനിയസ് പവർ ഈക്വൽ ടു ഇത് ഇൻസ്റ്റന്റേനിയസ് പവർ ആണ് കേട്ടോ. ഇൻസ്റ്റന്റേനിയസ് പവർ ഈക്വൽ ടു എന്തെഴുതാം? ഡി ഡബ്ല്യുവിന് പകരം എഫ് ഡോട്ട് ഡി എസ് എന്ന് എഴുതാം. സംശയമുണ്ടോ? ഡി ഡബ്ല്യു ഈക്വൽ ടു എഫ് ഡോട്ട് ഡി എസ് അല്ലേ? ഡബ്ല്യു ഈക്വൽ ടു എഫ് ഡോട്ട് എസ് ആണല്ലോ. ഡി ഡബ്ല്യു ഈക്വൽ ടു എഫ് ഡോട്ട് ഡി എസ്. ഓക്കെ, എന്ന് വെച്ചാൽ എഫ് ഡോട്ട് ഡി എസ് ബൈ ഡി ടി എന്ന് എഴുതി കൂടെ. നേരത്തെ നമ്മൾ ഇവിടെ എഴുതിയതുപോലെ തന്നെ ചെറിയ അളവിൽ എഴുതുന്നേ ഉള്ളൂ, ഇൻഫിനിറ്റ്സിമലി സ്മോൾ. അപ്പൊ നോക്കൂ, ഡി എസ് ബൈ ഡി ടി എന്ന് വെച്ചാൽ എഫ് ഡോട്ട് വി. ഓക്കെ, ശരിയല്ലേ? ഡി എസ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ വി ആണ്. സോ പവർ ഓഫ് ആൻ ഏജന്റ് അറ്റ് എനി ഗിവൺ ഇൻസ്റ്റന്റ് ഈസ് ഈക്വൽ ടു ദ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ദ വെലോസിറ്റി അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ്. അപ്പോൾ ഒരു ഏജന്റിന്റെ ഒരു ഇൻസ്റ്റന്റിലെ പവർ അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് പവർ എന്ന് പറഞ്ഞാൽ എന്തിന്റെ എല്ലാം ഡോട്ട് പ്രോഡക്റ്റ് ആയിരിക്കും? അപ്ലൈഡ് ഫോഴ്സിന്റെയും ആ ഇൻസ്റ്റന്റിലെ വെലോസിറ്റിയുടെയും ഡോട്ട് പ്രോഡക്റ്റ് ആയിരിക്കും. ശരിയല്ലേ? ആ ഇൻസ്റ്റന്റിൽ, ഇവിടെ എന്ന് പറഞ്ഞാൽ ആവറേജ് വെലോസിറ്റിയാണ്, ഇവിടെയോ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആയിരിക്കും. ഓക്കെ, എന്നാൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ സെക്ഷൻ നമ്മൾ അവസാനിപ്പിക്കുന്നു. ഒരു ഏജന്റ് പവർ യൂണിഫോം റേറ്റിൽ ഡെലിവർ ചെയ്യുകയാണ് എങ്കിൽ ആവറേജ് പവറും ഇൻസ്റ്റന്റേനിയസ് പവറും സെയിം ആയിരിക്കും. അതാണ് നമ്മൾ യൂണിഫോം വെലോസിറ്റിയുടെ കേസ് പറഞ്ഞില്ലേ? യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും സെയിം ആണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ ഒരു ഏജന്റ് യൂണിഫോം റേറ്റിൽ പവർ ഡെലിവർ ചെയ്യുമ്പോൾ ആവറേജ് പവറും ഇൻസ്റ്റന്റേനിയസ് പവറും സെയിം ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഓക്കെ.